കൗൺസിലിംഗ് എന്ന് പറഞ്ഞ എൻ്റെ അരികിൽ വരുന്നതും അതുപോലെ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ഉൾക്കൊണ്ട ചില പാഠങ്ങൾ എന്ന് തന്നെ പറയാം, ചില ലെസൺസ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതായത് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു അമ്മയുടെ അമിതമായ ഇടപെടൽ മൂലം, കൺട്രോളിംഗ് മൂലം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു മകൻ അതാരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാതെ അവൻ ഡിപ്രഷനിലേക്ക് പോവുകയും അവൻ്റെ കരിയർ തന്നെ സ്റ്റോപ്പ് ചെയ്തു പോയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു അമ്മയും മകനും കൗൺസിലിങ്ങിൻ്റെ പേരിൽ എൻ്റെ അരികിൽ വന്നു. മകനെ അമ്മ അമിതമായിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ ആ കുട്ടി അമ്മയുടെ കൺട്രോളിങ് വലയത്തിലായിരുന്നു. യാതൊരു വിധത്തിലുള്ള ഫ്രീഡവും ആ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. അവൻ്റെ അച്ഛൻ അബ്രോഡായിരുന്നു, വിദേശത്തായിരുന്നു. ഇടയ്ക്ക് വരുന്ന ലീവിൽ മാത്രമാണ് അമ്മയും മകനുമായിട്ട് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തികച്ചും ഒരു ഒറ്റപ്പെടലായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു മകൻ ഉണ്ടായിരുന്നത്. കാരണം അമ്മ അമിതമായിട്ട് കൺട്രോൾ ചെയ്യുന്നു. എന്ത് ചെയ്യും, അവന് യാതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ആ കുട്ടിക്ക് അമ്മയുടെ അനുവാദത്തോടു കൂടി മാത്രമാണ് എന്തും ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. സ്കൂളിൽ നടക്കുന്ന സംഭവങ്ങൾ ചെറുപ്പം മുതലേ അമ്മയോട് വന്ന് പറയുകയും അമ്മ ആരോടെല്ലാമാണ് കൂട്ടുകൂടേണ്ടതെന്നും എത്ര ഹൈ മാർക്ക് വാങ്ങിക്കണമെന്നും, ഒരു മാർക്ക് കുറഞ്ഞാൽ പോലും കുട്ടിയെ വളരെയധികം ശകാരിക്കുമായിരുന്നു. അങ്ങനെ അവൻ സ്കൂൾ തലം കഴിഞ്ഞു, പിന്നെ ഡിഗ്രി ലെവലിലായി. അതിനുശേഷം എഞ്ചിനീയറിങ്ങിന് ചേരുകയുമാണ് ചെയ്തത്. പക്ഷേ അതിനുശേഷം ആ കുട്ടിക്ക് അമ്മയുടെ അമിതമായിട്ടുള്ള ഇടപെടൽ മൂലം ഒരു സ്വാതന്ത്ര്യവും അനുഭവിക്കാനായിട്ട് കഴിഞ്ഞില്ല. പെൺകുട്ടികളുമായിട്ട് കൂട്ടുകൂടാനോ ആൺകുട്ടികളുമായിട്ട് കൂട്ടുകൂടാനോ അവൻ്റെ ആശയങ്ങൾ വിനിമയം ചെയ്യാനോ ഒരു കാര്യവും നടന്നിരുന്നില്ല. അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ അമ്മയുമായി ഷെയർ ചെയ്തു പോന്നു. കാരണം വേറെ മാർഗം അവനുണ്ടായിരുന്നില്ല. എന്നാൽ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും അമിതമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു തനിക്ക് ഏതെങ്കിലും ഒരു ലവ് അഫെയർ വേണമെന്ന്. അതായത് ആരെങ്കിലും ആയിട്ട് പ്രണയബന്ധത്തിലാകണമെന്നും അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ അവൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഒരാളാകുമല്ലോ എന്നാണ് അവൻ ചിന്തിച്ചത്. അതോടൊപ്പം തന്നെ കൂട്ടുകാരുമായിട്ട് ചുറ്റിക്കറങ്ങാനും സമയം സ്പെൻഡ് ചെയ്യാനും എല്ലാം തന്നെ അവൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അമ്മ പറയുന്ന ഡ്രസ്സുകൾ പോലുമാണ് ആ മകൻ ധരിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ അമ്മ കൊടുക്കുന്ന ഫുഡ്, എല്ലാ കാര്യങ്ങളും അമ്മ തന്നെ കൺട്രോളിങ് പവറിൽ ആക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ തികച്ചും അമ്മയുടെ ഒരു ചൂണ്ടുവിരലിൽ നിന്നുകൊണ്ട് ആ കുട്ടി വട്ടം കറങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു പോയിന്റിൽ തന്നെ ആ കുട്ടി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അവസാനം അവൻ വല്ലാത്തൊരു നിരാശയിലായി. കാരണം ആരുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. കോളേജിൽ പോകുക വരിക ഇത് മാത്രം. ആരുമായിട്ട് സംസാരിക്കാനോ കൂട്ടുകൂടാനോ ഒന്നിനും ഒരു എൻ്റർടൈൻമെൻ്റ് ഒന്നും അവന് ലഭിച്ചിരുന്നില്ല. പതുക്കെ അവൻ വിഷാദമായൊരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഈ വിഷാദത്തിന്റെ കാരണം എന്താണെന്ന് അമ്മ പലപ്പോഴും ചോദിച്ചു. പക്ഷെ അവൻ പറയാൻ തയ്യാറില്ല. ഗ്ലൂമി ആയിക്കൊണ്ടിരുന്നു. പതുക്കെ ഫ്ലോപ്പ് ആവാൻ തുടങ്ങി. പതുക്കെ അവൻ ഡിപ്രഷനിലേക്ക് പോവുകയും ചെയ്തു. അമ്മ ആകെ അങ്കലാപ്പിലായി. അച്ഛനെ ലീവിനെ വിളിച്ചു വരുത്തി. പക്ഷേ യാതൊരു രക്ഷയും ഉണ്ടായില്ല മകൻ്റെ കാര്യത്തിൽ. അവസാനം അവർ ഹസ്ബൻഡും വൈഫും കൂടി പല കൗൺസിലിംഗ് സെൻറ്ററിലും ചെന്നു. അവരെന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത്, എനിക്ക് സിറ്റിംഗ്സ് റൂം ഇല്ല, പക്ഷേ ഞാൻ ഫോൺ വഴിയാണ് സംസാരിക്കാറ്, പിന്നെ വീഡിയോ കോൾ ചെയ്യാറുണ്ട്. പക്ഷേ അവരെ ഞാൻ വർക്ക് ചെയ്ത ഓഫീസിലേക്ക് വരികയും എൻ്റെ എക്സ്ട്രാ ടൈം അവർക്ക് വേണ്ടി കൊടുക്കുകയും ചെയ്തു. ഞാൻ ആ മകനോട് തനിയിരുന്ന് സംസാരിച്ചു. അവൻ പറഞ്ഞത് അവന് ഫ്രീഡം വേണം, അവൻ്റേതായ അവകാശങ്ങളുണ്ട്, അവൻ്റേതായ റൈറ്റ്സ് ഉണ്ട്, അവന് ഫ്രീഡം വേണം. ഈ ലോകത്ത് അവന് സന്തോഷപൂർവ്വം എല്ലായിടത്തും പോകണം, അവനിഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കണം, അവനിഷ്ടപ്പെട്ട ഫുഡ് ഫ്രണ്ട്സുമൊത്ത് ഷെയർ ചെയ്യണം, സ്ഥലങ്ങൾ ചുറ്റി കറങ്ങാനായിട്ട് പോകണം. അത് തന്നെയല്ല, അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ലവ് അഫെയറും കൂടി അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതെല്ലാം അവൻ എന്നോട് ഷെയർ ചെയ്തു. അതുപോലെ എന്നോട് അവൻ വളരെ ഫ്രണ്ട്ലിയായി സംസാരിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെ കണ്ടുമുട്ടുന്നു ഇത്ര ഫ്രണ്ട്ലിയായി സംസാരിക്കുന്നു അവൻ എന്നോട് പറഞ്ഞു. അവൻ്റെ മനസ്സ് അവൻ ഓപ്പണായി എൻ്റെ മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ് ചെയ്തത് ഒരു ഓപ്പൺ പുസ്തകം പോലെ. ഞാൻ ആ പുസ്തകം കറക്റ്റായി വായിച്ചെടുത്തു. അവസാനം ഇവനെ പുറത്തു നിർത്തിയിട്ട് അച്ഛനും അമ്മയുമായിട്ട് ഞാൻ സംസാരിച്ചു. അച്ഛനും അമ്മയോടും കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ മകന് ഫ്രീഡം കൊടുക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. കാരണം ഇനി അവനെ മാരീഡ് ആയാലും നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇന്റർഫിയർ ചെയ്യും. അവിടെയും അവൻ ഒരു ഡൈവേഴ്സിലേക്ക് പോവുകയോ അവനെ നിങ്ങളിലേക്ക് തിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയോ ചെയ്യും. അതർവൈസ് അന്നേരം അവനൊരു കറേജ് വരികയാണെങ്കിൽ അവൻ്റെ വൈഫ് പറയുന്നത് മാത്രം കേൾക്കുമ്പോൾ നിങ്ങൾ അവിടെ മാനസികമായി തകരുമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കി. അതുകൊണ്ട് നിങ്ങൾ പ്രസവിച്ച മകനാണ്, പക്ഷേ അവനൊരു ഫ്രീഡമുണ്ട്. നിങ്ങൾ പ്രസവിച്ചു എന്ന് പറഞ്ഞ് ഫുൾ അവകാശം അവൻ്റെ മേലിൽ വെക്കരുത്. അവനൊരു ഫ്രീഡമുണ്ട്. അവനെ അവൻ്റേതായ വഴിക്ക് വിടൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞു മനസ്സിലാക്കി. അവൻ പോട്ടെ, അവനിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ, അവൻ്റേതായ ജീവിതം കണ്ടെത്തട്ടെ, ഇനിയെങ്കിലും നിങ്ങൾ അവനെ ഫ്രീ ആക്കൂ എന്ന് ഞാൻ പറഞ്ഞു.
അപ്പോൾ അവർക്ക് അത് മനസ്സിലായി. അവർ നല്ല എഡ്യൂക്കേറ്റഡ് ആയ സ്ത്രീയാണ്, അവർക്ക് മനസ്സിലായി. നിങ്ങൾ എഡ്യൂക്കേറ്റഡ് അല്ലേ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കും, നിങ്ങളൊരു സാധാ സ്ത്രീ അല്ലല്ലോ എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവരുടെ ഹസ്ബൻഡിനെയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. അതിനുശേഷം 2 മാസത്തിന് ശേഷം വീണ്ടും അവരെന്നെ കൺസൾട്ട് ചെയ്യാനായിട്ട് വന്നു. അവൻ വളരെയധികം സന്തോഷത്തിലായിരുന്നു. അവൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പുറത്ത് കറങ്ങാനായിട്ട് പോകുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സിനിമ കാണാൻ പോകുന്നു, മൊബൈലിൽ സമയം സ്പെൻഡ് ചെയ്യുന്നു, പഠിത്തത്തിൽ നല്ലവണ്ണം ശ്രദ്ധിക്കുന്നു. അവനും സന്തോഷമായി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഒറ്റ മകനെ മാത്രം വളർത്തുന്ന ഒരു സ്ത്രീയാണോ അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അമിതമായ കൺട്രോളിംഗ് പവർ നിങ്ങളുടെ കുട്ടികളുടെ മേലെ വെക്കരുത്. അവർ വളർന്നു വലുതായി, ആൺകുട്ടികളായും പെൺകുട്ടികളായാലും അവർ വളർന്നു വലുതായി. അവർക്ക് ഫ്രീഡം കൊടുക്കുക, അവർക്ക് അവരുടെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ഇന്റർഫെയർ ചെയ്യരുത്. പക്ഷേ അവർ തെറ്റ് ചെയ്യാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അല്ലാതെ അവരെ അടിച്ചമർത്തിയിടാനായിട്ട് നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത് എന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ തരുന്നത്.